ഷോയ്ക്ക് മുമ്പേ, അതായത് ഷോ ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വെച്ചേക്കുവാണ്. ഫസ്റ്റ് റിവ്യൂ ഔട്ട് വന്നു. അതായത് സിനിമ തുടങ്ങി 25-30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും സിനിമയുടെ റിവ്യൂ വന്നു. ഇതാര് ചെയ്യുന്നതാണ്, അത് ശരിയല്ല. അയാൾ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് പോലും അവർക്ക് മറ്റേ പറയുന്നത്, കാരണം അയാൾ കാണാത്തോണ്ടില്ലേക്കുന്നത്. ആർക്കെങ്കിലും സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ആലോചിക്കണം, സിനിമ വേണോ വേണ്ടയോ. നമസ്കാരം. നമ്മുടെ യാത്രയിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് നമ്മുടെ നാട്ടുകാരായ ഒത്തിരി സിനിമാ മോഹികൾക്ക് അഭ്രപാളിയിലെത്തിക്കാൻ പ്രയത്നിച്ച അതിന്റെ പ്രിയങ്കരനായ അതിന്റെ നിർമ്മാതാവ്, 5ഓളം സിനിമകൾ, അതിലെ വിശേഷങ്ങളുമായി സജയ് സെബാസ്റ്റ്യൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനേക്കാൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂറിനെ പോലുള്ള താരകങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സിനിമ എടുത്തുകൊണ്ടുവന്നു, അല്ലെ? സിനിമയിലേക്ക് കേന്ദ്ര കഥാപാത്രമായി കൊണ്ടുവന്ന ആദ്യ സിനിമ തന്നെ. അപ്പൊ ആദ്യത്തെ സിനിമയുടെ അനുഭവം കുറിച്ച് ചോദിക്കട്ടെ. ആദ്യത്തെ സിനിമയുടെ അനുഭവം നമ്മള് ആദ്യത്തെ ഇന്റർവ്യൂ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ലോങ് ടൈം ആയിരുന്നു അല്ലേ. അതിനുശേഷം നമ്മളിപ്പോ സെവൻസ് വന്നു, അങ്കിൾ സിനിമ വന്നു, അല്ലെ? അത് കഴിഞ്ഞ് ക്രിസ്റ്റി വന്നു. അപ്പൊ അടുത്തതിലേക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പിലുമാണ്, നടക്കുന്നു. അനൗൺസ് ചെയ്യാനായിട്ടില്ല, പക്ഷെ എല്ലാം സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ അന്നത്തെ അനുഭവത്തിലാണ് കൂട്ടുകാരെല്ലാം കൂട്ടിച്ചേർത്ത് വന്നു വെച്ചാൽ, അതൊരു പുതിയ വ്യൂവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. കൂട്ടുകാരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇത് തുടക്കം, അല്ലെ? അപ്പൊ ആ സിനിമയുടെ പേരും ആ സിനിമ എത്ര ദിവസമായിരുന്നു, അതിനെ കുറിച്ച് ഒന്നൊരു സൂചന നിങ്ങളുടെ വായിന്നതിന് മുമ്പ്. അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഇതിൽ ഏതാണ്ട് 10-75 ദിവസത്തോളം ഓടിയൊരു സിനിമയാണത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരും ഒക്കെയാണ് വെച്ചത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ബേസിക്കലി എൻ്റെ ഫാദർ മരിച്ച ദിവസമാണെന്ന്. ഇന്ന് തന്നെ നിങ്ങൾ ഇന്റർവ്യൂ വന്നത് ചിലപ്പോൾ ഒരു നിമിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചു. പുള്ളി ആ സിനിമ അതിൽ പുള്ളിയുടെ മുഖം ഇനി ഒരിക്കലും മായുന്നില്ല. ഏറ്റവും വലിയൊരു സമ്മാനമാണ്. കാരണം ഇനിയിപ്പം ആ സിനിമ ഈ ലോകം വളർത്തുന്ന കാലം ആ സിനിമയോട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റുകാർ എല്ലാ മാസവും 2 പ്രാവശ്യങ്ങളും ആ സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. സോ മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തൊരു സിനിമയാണ്. അതെ, തീർച്ചയായിട്ടും. സുരാജ് കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്നു, അല്ലെ? അപ്പോ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഇടവേളയിൽ തന്നെ രണ്ടാമത്തെ സിനിമ ഇറങ്ങി, സെവൻസ്, അല്ലെ? സെവൻസ്. അതൊരു ആദ്യത്തത് ഒരു കോമഡി ആയിരുന്നു കൂടുതൽ പ്രാധാന്യം. രണ്ടാമത്തതിന് കളിക്കാരുടെ ആ മത്സരം സ്വഭാവം എടുത്തുകൊണ്ട് തന്നെ ഒരു കഥ. അതൊരു കളിക്കാരുടെ സിനിമയല്ല ആക്ച്വലി. ശരിക്കും അത് കാലം തെറ്റി ഇറങ്ങിയൊരു സിനിമയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നായിരുന്നെങ്കിൽ ആ സിനിമ കറക്റ്റ് സ്പേസിലാണ് വീഴുക. കാരണം അന്ന് നമ്മൾ സെവൻസ് ഫുട്ബോളിനെ ബേസ് ചെയ്ത് 4 ചെറുപ്പക്കാർ പിന്നെ ജീവിക്കാൻ സാഹചര്യങ്ങളില്ലാതെ നിന്നപ്പോൾ കൊട്ടേഷനിലേക്ക് ഇറങ്ങുന്നതും അതുവഴി പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാകുന്ന ട്രാജഡീസാണ് അന്ന് സിനിമ പറഞ്ഞത്. അന്ന് അതിന് കേരളത്തിൽ സ്കോപ്പില്ലായിരുന്നു. അപ്പോൾ പക്ഷേ കാലത്തിന് മുമ്പ് ഇറങ്ങിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അത് നമ്മൾ നല്ല ഹൈപ്പുള്ള സിനിമയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച അതിലേക്ക് വന്നോ എന്ന് എനിക്ക് അത്രയും സ്റ്റാർ കാസ്റ്റിന്റെ പടമായിട്ട് പോലും നമ്മുടെ അത്രയും ഇതിലേക്ക് വന്നോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ സൊക്കി. മൂന്നാമത്തത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒപ്പമുള്ള ഒരു അനുഭവം, അങ്കിൾ ജോയ് മാത്യുവും. അതെ, എനിക്ക് അതിപ്പം ഓഫ്കോഴ്സ് ജോയ് ചേട്ടൻ ആണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പുള്ളിക്ക് ഏറ്റവും നല്ല കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ നമുക്കാണ് അട്രാക്ഷൻ. ആ സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ ആവശ്യമായിരുന്നു. അത് ശരിക്കും നമുക്കെല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മമ്മൂക്കായ പോലൊരു കലാകാരനും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ഒരു സിനിമാ മോഹിക്ക് ഭയങ്കര ഒരു എനർജിയാണല്ലോ. കാരണം നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് നമ്മുടെയൊക്കെ ഹീറോ ആയിരുന്നു മമ്മൂക്കായും പിന്നെ ലാലേട്ടനും അങ്ങനെയുള്ള സുരേഷേട്ടനും എല്ലാവരും. ആ ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ആ ഹീറോസിനൂടെ ബന്ധപ്പെടാൻ പറ്റുക, അവരോട് സഹകരിക്കാൻ പറ്റുന്ന ഏതൊരു സിനിമ മോഹിയുടെയും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സ്വപ്നമാണ്.
ആ സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ സാധിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത് കേട്ടോ. എല്ലാം പല കാരണങ്ങൾ കൊണ്ട് സിനിമ എന്ന് പറയുന്നത് സിനിമ എല്ലാം സംഭവിക്കുന്നതാണ്. സിനിമ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ക്രിസ്റ്റിയിലേക്കുള്ള യാത്ര, ക്രിസ്റ്റി പറയാതെ പറയുന്ന കഥയാണ്. എന്താണ്? നമ്മള് വേറൊരു പടമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആസിഫിനെ വെച്ചിട്ട് നമ്മുടെ അംഗുലർ ഡയറക്ടറുടെ സിനിമയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ നീണ്ടുപോവുകയും ആ സബ്ജക്റ്റിൻ്റെ ഒരു സാധ്യത കുറയുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ കാനഡ വെച്ച് ടോവിനോ സിനിമ ചെയ്തായിരുന്നു. നമ്മുടെ സലീം അഹമ്മദിൻ്റെ ഒരു സിനിമ ചെയ്തായിരുന്നു. അതിൻ്റെ അസോസിയേറ്റ് വന്ന ആൽവിനായിരുന്നു ഈ സിനിമ പ്രസന്റ് ചെയ്തത്. അപ്പം നമ്മളൊന്ന് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പം ഏതായാലും ഈ സിനിമ നീണ്ടു പോവുകയാണ്. അപ്പം ഈ 1000 ഗ്യാപ്പിലൊരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത സിനിമയാണ് ക്രിസ്റ്റി. പിന്നെ മാത്യു തോമസും ഒഫ്കോഴ്സ് മാളവിക മോഹൻ, മറ്റേ ഇവിടെ നിന്നുള്ള ഒരു ഹൈപ്പ് താരം. അപ്പം ആ കോംബോ വർക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ 100% വിശ്വാസം. പക്ഷെ അതിൻ്റെ സോങ്സൊക്കെ ഭയങ്കര ഹിറ്റ് സോങ്സ് ആയി. എല്ലാം ഭയങ്കര വ്യൂവേഴ്സ്, ഇപ്പോഴും ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന സോങ്സൊക്കെയാണ്. ബട്ട് ചില പ്രശ്നങ്ങളെല്ലാം സിനിമയും കൊണ്ടല്ലോ. പുതിയ ഒരുക്കം ആദ്യമേ നാട്ടിൽ തുടങ്ങി അല്ലെ? എല്ലാവരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന പകരം സ്വന്തം നാടിനെ കൂട്ടിച്ചേർത്തു. ഇപ്പൊ വീണ്ടും ഒരു പുതിയ തുടക്കം നമ്മുടെ നാട്ടിൽ തന്നെ ആവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും 5ാമത്തെ സിനിമ ഇവിടെ തന്നെ ആയിരിക്കും. ഇതായിരിക്കും ലൊക്കേഷൻ. താങ്ക് യു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് അതുപോലെ ആ കൂട്ടുകാരുടെ ബന്ധങ്ങൾ, അതുപോലെ പുതിയ പുതിയ ആളുകൾ വരട്ടെ. ആ രീതിയിൽ നിങ്ങളെ പോലുള്ള ആളുകൾ മാത്രമേ. പിന്നെ പണ്ട് കാലത്തെ നാടകത്തിനോടൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ അതിന് മുമ്പേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നേരത്തെ ഫസ്റ്റ് പറഞ്ഞു വെച്ചത് ഇതിലെല്ലാം പ്രചോദനമായ പപ്പയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. പിന്നെ അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഒന്നും മാത്രമല്ല, അദ്ദേഹം പല മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അത് എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട് ഒരു പക്ഷെ? തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണല്ലോ നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പം പുള്ളി ചെറുപ്പം മുതലേ എനിക്ക് സിനിമ കാണാൻ തുടങ്ങിയ സമയം ലൈക്ക് മേ ബി ഒരു 8 വയസ്സുള്ളപ്പോഴായിരിക്കാം, 9 വയസ്സുള്ളപ്പോഴാണ് നമ്മളെ തിയേറ്ററിൽ വിട്ടിട്ട് പുള്ളി പുറത്തു പോകും. നമ്മൾ ആ സിനിമ ഇത് കാണും. എനിക്ക് സിനിമ കഴിയുമ്പോഴായിരിക്കും പുള്ളി എപ്പോഴേലും വരും. അതെ. പുള്ളി ഒരു സിനിമ കാണുന്നത് ചിലപ്പം 10 പ്രാവശ്യമൊക്കെ, അരമണിക്കൂർ സിനിമ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത അരമണിക്കൂർ കാണുന്നത്. പുള്ളിയുടെ സിനിമ കാണൽ അങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് തിയേറ്റർ എന്ന് പറഞ്ഞു. ഇപ്പൊ ആരെങ്കിലും ഓർക്കുന്നൊന്നും എനിക്കറിയില്ല. 2 തിയേറ്റർ ഉണ്ടായിരുന്നു ഒള്ളിത്തോട്, ഷാലിമാറും ഫ്രണ്ട്സും. ഈ ഷാലിമാറിന് 2 രൂപയ്ക്ക് തറ ടിക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഇരിട്ടിയിൽ ഒരു തിയേറ്റർ ഇല്ല. ഇല്ല, അത് സത്യമാണ്. ഭയങ്കര സർപ്രൈസ് ആണത്. ഇരിട്ടിയിൽ ഒരു തിയേറ്റർ ഇല്ല എന്ന് പറയുന്നത്. 4 തിയേറ്ററുള്ള ഇരിട്ടിയിലാണ് ഇന്നൊരു തിയേറ്റർ ഇല്ല. നമ്മളൊരു തിയേറ്റർ ഉണ്ടാക്കാനും അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടും അതങ്ങോട്ട് എത്തുന്നില്ല. ഒന്ന് പല സാഹചര്യങ്ങളുണ്ട്, പല ലോക്കുണ്ട് ഇവിടെ. അപ്പോൾ പറഞ്ഞത് അപ്രകാരമാണ്. അപ്പം അന്ന് പുള്ളി തന്ന ആ ഒരു ഇൻസ്പിറേഷനാണ്. അന്ന് സിനിമ കാണാൻ വേണ്ടി പുള്ളി നമ്മളെ തിയേറ്ററിൽ കൊണ്ടുപോവുകയും നമ്മൾ സിനിമ കാണുകയും അത് കഴിഞ്ഞിട്ട് നാടകത്തിലേക്ക് നമ്മൾ തിരികുകയും. നാടകം പുള്ളിനെയാണല്ലോ നാടകത്തിൻ്റെ ടീച്ചർ. അതെ. അപ്പം ചില സമയത്ത് നമുക്കിത് എന്തിനാണ് നമുക്കിത് പറ്റി പണിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അന്ന് പറഞ്ഞു തന്ന പാഠങ്ങളാണ് ഈ നാടകത്തോടും അവശ്യ നാടകത്തോടും പ്രൊഫഷണൽ നാടകത്തോടും നമുക്കുള്ള സ്നേഹം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം ഇവിടെ ഒരു സംസ്ഥാന പ്രൊഫഷണൽ നാടകം ഇഫാസ് ചെയ്ത നാടകം ഇന്നലെ കഴിഞ്ഞുള്ളൂ. അത് ഫാദറിന്റെ പേരിലാണ് നടത്തിയത്. എപ്പോഴും പുള്ളി എല്ലാ വർഷവും പുള്ളിയുടെ ഒരു ചരമദിനം ആകുമ്പോഴത്തേനും പുള്ളി ചർച്ച ചെയ്യാറുണ്ട്. അതൊരു വലിയൊരു നമുക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. എങ്ങനെ പുള്ളിയുടെ ആ ഒരു ചരമദിനം അടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുള്ളി ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ പള്ളിയിൽ പള്ളി പെരുന്നാൾ, സ്കൂൾ വാർഷികം, ആ ഒരു സമയത്ത് പിന്നെ അപ്പൻ്റെ ആൾക്കാരും കൂടെ ഉള്ള ഒരു നാടകം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അന്ന് നാടകമാണല്ലോ സിനിമയേക്കാൾ ഉപരി മേലെ നിൽക്കുന്ന ഒരു കലാരൂപമായിരുന്നു നാടകം. അപ്പം പുള്ളി സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാർ വരുന്നൊരു ഫീലാണ്. അതെ, ഒരു സ്റ്റാർ വരുന്നു. അപ്പോൾ എസ്തപ്പാൻ്റെ നാടകമുണ്ട്, ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നതാണ്. അപ്പം പുള്ളി അതിൻ്റെ അകത്ത് എസ്തപ്പാനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം
എസ്തപ്പാൻ എപ്പോഴും മുണ്ടെടുത്തായിരുന്നു, ഒരു കാര്യം മുണ്ടും ഷർട്ടുമാണ്. ഞാൻ ഈ പുള്ളി എപ്പോൾ ഇത് മാറിയിട്ട് പാനി ഷർട്ട് വിടും, പാനി ഷർട്ട് വിടും, പാനി ഷർട്ട് വിടും എന്ന് ഞാൻ അവസാനം വരെ കാത്തിരിക്കും. കാരണം നമ്മളുണ്ടെങ്കിൽ സിനിമയിലൊക്കെ അവസാനം തുടങ്ങി ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും ആ സാധനം മാറി നമ്മൾ അതറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നും പുള്ളി പാനി ഷർട്ട് ഇട്ട് വരുന്നത് ഞാൻ ഓർക്കാറുണ്ട്. ആ എസ്തപ്പാൻ നാടകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു പാട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുരുവിട്ടുണ്ട്, പിന്നെ നാലാൾക്കാങ്കെ ഞാൻ തലകിട്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു പി എം മാത്യു സാർ എന്ന് പറഞ്ഞ സാറാ. എനിക്കൊന്നാ സാറ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ തോന്നുന്നു. പുള്ളിയുടെയൊക്കെ ഒരു ഏജിൽ പെട്ടിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ തോന്നുന്നു. സെബാസ്റ്റ്യൻ കക്കട്ടിൽ എന്ന പപ്പയെ കുറിച്ച് പറയുമ്പോൾ വാചാലനായി. അപ്പൊ എന്നും നമുക്കൊരു സപ്പോർട്ട് കുടുംബമാണ്, അല്ലെ? അപ്പോ ഇന്ന് സജയ് ചേട്ടന്റെ കുടുംബത്തെ കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. വൈഫ് ജസ്റ്റീന, പിന്നെ 3 കുട്ടികൾ, 2 പെൺകുട്ടികൾ, നേഹ, നസ്രീൻ, ഇളയത് മോന് നഷോൺ. 2 പേരും പഠിക്കുന്നു. ഒരാൾ നഴ്സിംഗ് പഠിക്കുന്നു, ഒരാൾ MSW പഠിക്കുന്നു, മോൻ ഗ്രേഡ് 9 പഠിക്കുന്നു. അമ്മയെ കുറിച്ച് പറഞ്ഞു, കാരണം പപ്പയെ കുറിച്ച് പറഞ്ഞു. ഇനി ടീച്ചറെ കുറിച്ച് അറിയുന്ന നമ്മുടെ നാട്ടുകാർക്കും. ടീച്ചറാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട്. അതെ, മമ്മിയാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട്. നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മളെ എന്താ പറയാ, നമ്മളെ മോൾഡ് എടുത്തത് അവരുടെ ഒരു കഷ്ടപ്പാടാണ്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന്, സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരൻ്റെ ഫാമിലിയിൽ നിന്ന് അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്ത് അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങളുടെ അമ്മ ഇപ്പം ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം പപ്പയ്ക്ക് കിട്ടിയേക്കുന്ന ഇൻസ്പിറേഷനും കാര്യങ്ങളും ഈ കലാരംഗത്തും എൻ്റെ സ്വഭാവ രൂപീകരണത്തിലുമാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അതിജീവിക്കാനുള്ള, ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതുപോലെ തീർച്ചയായിട്ടും അപ്പം ഫാമിലി, വൈഫിൻ്റെ സപ്പോർട്ട് വളരെ, പ്രത്യേകിച്ച് കലാരംഗത്തൊക്കെ വർക്ക് ചെയ്യുമ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, എസ്പെഷ്യലി വൈഫിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, സെവൻസ് ചെയ്തു, അങ്കിള് ചെയ്തു, ക്രിസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ബട്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സന്തോഷം ചെയ്യുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും നമുക്ക് പരാജയമായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം ചെയ്യാം. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കില്ല. നമ്മൾ സാഹചര്യത്തിന് സമ്മർദ്ദത്തിൽപ്പെട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടാത്തതായിരിക്കും. നമ്മൾ ഒരു 99% ആൾക്കാരും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും നമ്മൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നാളെ പ്രായമായിട്ട് ഒരു 10-60 വയസ്സൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണ് ഇത്ര നാളെ ചെയ്തത്, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന അവിടെ ഒരു നിരാശ ഉണ്ടാകും. അതെനിക്കുണ്ടാവില്ല. അതാണ് ഞാൻ അച്ചീവ് ചെയ്തേക്കുന്നത്. അതെ, വള്ളിത്തോടുന്ന കൊച്ചു ഗ്രാമം, അവിടെ നിന്ന് കാനഡയിലേക്ക് സ്വപ്നങ്ങളുമായിട്ട് പറക്കുന്നു. ജീവിതത്തിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ. അപ്പൊ കാനഡ ജീവിതത്തെ കുറിച്ച് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് അവിടുത്തെ? ഞാൻ ചോദിക്കാത്തത് വിചാരിക്കുമായിരുന്നു. കാനഡയില് ആക്ച്വലി ചെറുകാലത്തൊക്കെ നല്ല കഷ്ടപ്പെടാണ്, നല്ല തെണ്ടൽ കഷ്ടപ്പെടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കൊച്ചു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് നമ്മളെ ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു. ഒരുപാട് സപ്പോർട്ട്, ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്കൊരു 3-4 റെസ്റ്റോറൻറ്റും പിന്നെ കുറേ ഓൾ ഓവർ കാനഡ ഡിസ്ട്രിബ്യൂഷനും അതും ഇതൊക്കെ ആയിട്ട് കുറേ ചെറിയ ബിസിനസ് പ്രൊജക്റ്റുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ കാനഡയ്ക്കുള്ളൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാൻ മനസ്സുള്ള ഒരാളെയും ആ രാജ്യം ഇന്നേ വരെ കൈവിട്ടിട്ടില്ല. പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത എല്ലാവരും എവിടെയായാലും ഒരുപോലെ അത്രേ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ രാജ്യം തന്നേക്കുന്നത് എല്ലാം സൗഭാഗ്യങ്ങളാണ്. ആദ്യകാലത്ത് ആര് വന്നാലും, നിങ്ങൾ എത്ര റിച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നിങ്ങൾ അതുപോലെ പൈസ ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരായിക്കോട്ടെ, എന്നാൽ പോലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ സ്ക്രാച്ച്, സീറോയിൽ നിന്ന് നിങ്ങൾ തുടങ്ങാൻ പറ്റും. ഇതിനു മുമ്പ് നിങ്ങൾ എന്താണെന്ന് ഉള്ളതല്ല, ഇന്ന് നിങ്ങൾ എന്താണ്, ഇന്ന് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെറും സീറോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം.
ആ സീറോ ഒന്ന് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം. നേടിയെടുക്കണം. അവിടെ കലാപരമായിട്ടുള്ള സപ്പോർട്ടും പ്രോത്സാഹനം അവരുടെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വലിയ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ച്വലി 2 മലയാള സിനിമ നമ്മൾ കാനഡയിൽ ഷൂട്ട് ചെയ്തു. അതെ അതെ. ഒന്ന് ആൻഡ് ദ ഓസ്കർ ഗോസ് ടു കാനഡയിൽ ഷൂട്ട് ചെയ്തതാണ്, സലീം അഹമ്മദ് ഡയറക്ട് ചെയ്ത ടോവിനോ സിനിമ. രണ്ടാമത് ഇതുവരെ സിനിമ ഇറങ്ങാത്തൊരു സിനിമയുണ്ട്, ഫഹദ് ഫാസിലിൻ്റെ. മഹേഷ് നാരായണനും ഫഹദ് ഫാസിലും ഒന്നിച്ചൊരു സിനിമയുണ്ട്. അത് MD ഒരു 10 കഥകളിൽ വന്നേക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് നമ്മൾ കാനഡയിൽ ഷൂട്ട് ചെയ്തു. അതൊരു 10-15 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പം മലയാള സിനിമേനെ നമ്മൾ കൊണ്ടുവന്നു കാനഡയിലേക്ക്. അതെ, അതാണ് ഒരു വലിയ കാര്യം. മലയാള സിനിമ ഇപ്പം മലയാളത്തിൽ എത്രയോ ഷോർട്ട് ഫിലിമുകൾ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം ഗേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള പിന്നെ എവർഗ്രീൻ സിനിമകൾ എടുത്ത പ്രൊഡ്യൂസേഴ്സ് നമ്മൾ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടുകാരുണ്ട്. ഞങ്ങൾ ഡെയിലി ഞങ്ങൾ കാണുന്ന, ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ലിജോ അഗസ്റ്റിൻ, വിഷ്ണു രാജൻ, അവരൊക്കെ നമ്മളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കലാകാരന്മാർ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുള്ള ആ പ്രൊവിൻസിൽ ഞങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട്, സൈലൻസ് സയൻസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ പുഷ്പവിമാനം എന്ന് പറഞ്ഞ പോലെ ദർ ഇസ് നോ ഡയലോഗ്സ്, സൈലൻസ് ആണ് സിനിമ. അതൊരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം എനിക്കൊന്ന് സൈലന്റ് ആയിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ ആയിരുന്നു, കുറവായിരിക്കാം. പിന്നെ വർക്ക് ചെയ്ത് മുഴുവൻ വൈഡ്സ് ആണ്, വെള്ളക്കാരുടെ ക്രൂ ആണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു കളർ ടോണ്, അതിൻ്റെ സ്ട്രക്ചർ എല്ലാം മാറുണ്ടാവും. നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ അപേക്ഷിച്ച് അവിടെ ചെയ്യുന്ന വർക്കുകൾക്ക് വേറൊരു ക്ലാരിറ്റി ഉണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും. പിന്നെ ഏതൊരു സിനിമയിലും നമ്മുടെ മുന്നിലേക്ക് അപ്രഭാതയിൽ എത്തുന്നവർക്കാണ് മുമ്പിലേക്കാണ് പ്രാധാന്യം കിട്ടുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പെയിൻ സ്വീകരിക്കുന്ന നിർമ്മാതാക്കളാണ് അല്ലെ? ടെൻഷൻ, ആദി, ഈ വിലയില്ലാത്ത ഒരേ ഒരു സമൂഹവും ഇപ്പൊ ദിവസം അതെ, കാശ് മുടക്കുന്നൊരു വിലയില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയെന്ന് ഞാൻ പറയും. വേറെ എല്ലാവർക്കും വിലയുണ്ട്. കാശ് മുടക്കുന്നവൻ കാശ് മുടക്കിക്കൊണ്ടേയിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നോക്കില്ല. ആർക്കെങ്കിലും സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ആലോചിക്കണം, സിനിമ വേണോ വേണ്ടയോ. കോടാനുകോടി രൂപ നിക്ഷേപിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഇന്ന് വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നത് റിവ്യൂയിലൂടെയാണ്. ആ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റിവ്യൂ ബോംബിംഗ് ഒന്നുമില്ല, ഇല്ല. പക്ഷേ നമ്മുടെ സിനിമ ഇപ്പൊ ക്രിസ്റ്റി എക്സാമ്പിൾ എടുക്കുക. ഇപ്പോഴാണ് ബേസിക് അങ്കിളൊക്കെ ഇറങ്ങുമ്പം ചാനലുകളുടെ റിവ്യൂസ് മാത്രമേ, അല്ലാതെ ഈ ഒന്നോ രണ്ടോ യൂട്യൂബ്സ് റിവ്യൂസ് ഒക്കെ അവരൊക്കെ നല്ല മാന്യമായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. എനിക്ക് കേട്ടിട്ടുള്ള പയ്യന്നൂർ രമേശൻ, ഞാൻ ടീച്ചേഴ്സ് അറിയില്ല, അവരൊക്കെ വളരെ ജെനുവനായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ബട്ട് ക്രിസ്റ്റി 2023 ക്രിസ്റ്റി മാർച്ചിൽ ഇറങ്ങാറാകുമ്പോഴത്തേനും സിറ്റുവേഷൻസ് മൊത്തം മാറി. റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഭയങ്കര ഒരുപാട് ആൾക്കാരായിരുന്നു റിവ്യൂസ്. ഞാനത് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ആരും മോശമായിട്ട് പറഞ്ഞൊന്നും പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് മോശപ്പെട്ട ആൾക്കാരുണ്ട്, ഹിഡൻ അജണ്ടാസ് ഉണ്ട്. അപ്പോൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റി തിയേറ്ററിലേക്ക് വരുന്ന ദിവസം ഞങ്ങളത് പബ്ലിസിറ്റിക്ക് വേണ്ടി എനിക്ക് വന്ന ഒരു കൊച്ചു സിനിമ ഒരു സൂപ്പർ സ്റ്റാർ പടത്തിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഹൈപ്പും പബ്ലിസിറ്റിയും ഞങ്ങൾ ആ സിനിമയിൽ കൊടുത്തു. അത്രയ്ക്കും വലിയ പ്രതീക്ഷയോടാണ് ആ സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ടെൻഷനോടെ നമ്മൾ ആദ്യത്തെ ഷോ നടക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തിന് എന്താണ് നമ്മൾ ഇറങ്ങിച്ചില്ലുമ്പോൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനാണ് നമുക്കുള്ളത്. സിനിമ നമ്മൾ ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് റിവ്യൂസ് കിട്ടി. ഷോയ്ക്ക് മുമ്പേ അതായത് ഷോ ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വെച്ചേക്കുവാണ്. ഫസ്റ്റ് റിവ്യൂ ഔട്ട് വന്നു. അതായത് സിനിമ തുടങ്ങി 25-30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും സിനിമയുടെ റിവ്യൂ വന്നു. ഇതാര് ചെയ്യുന്നതാണ്, അത് ശരിയല്ല. അയാൾ പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് പോലും അവർക്ക് മറ്റേ പറഞ്ഞേക്കുന്നത്, കാരണം അയാൾ കാണാത്തോണ്ടില്ലേക്കുന്നത്. ഇവരുടെ ഓൺലൈൻ ഇന്റർവ്യൂസ് കേട്ടിട്ട് പറഞ്ഞേക്കുന്ന റിവ്യൂ ആണ്. സിനിമ കണ്ടിട്ട് പറയുന്നത് ഇന്റർവ്യൂ ആണ്. സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു 3, 4, 5, 6 ഒരാഴ്ച ഒരു സിനിമയ്ക്ക് കൊടുക്കാം. കാരണം അതിനൊന്നും ബ്രീത്തിങ് സ്പേസ് കിട്ടണ്ട. സിനിമ ചിലപ്പോൾ മോശമായിരിക്കാം. ഈ റിവ്യൂ കേട്ടിട്ട് ഒരു 10 പേര് കാണാതിരുന്നാൽ അതിന് നഷ്ടം
ആ 5 കോടിയോ 6 കോടിയോ മുടക്കി ആ പണം എടുക്കുന്ന ആ പ്രൊഡ്യൂസർ വേറെ ആർക്കും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ റിവ്യൂ പറയുന്ന ആൾക്ക് അവിടെ പോയി മൈക്കിൽ നിന്ന് പറഞ്ഞാൽ മതി, പുള്ളി 100 രൂപ എടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. പക്ഷെ പുള്ളി വിചാരിക്കും ഞാൻ 100 രൂപ കൊടുത്തിട്ടില്ല ആ സിനിമ കാണുന്നത്, അപ്പോൾ എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഈ പൈസ മുടക്കുന്ന പാവപ്പെട്ടവൻ കടവും വാങ്ങിച്ചിട്ട് വീടും പറമ്പും വെച്ചിട്ട് ഭാര്യയുടെ കെട്ടുതാലിയും പറിച്ചു വെച്ചിട്ടായിരിക്കും ഇത് സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ആരായാലും നമ്മളായാലും. എൻ്റെ സിനിമ ഞാൻ ചെന്നപ്പം എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് പണയം വെക്കണമെന്ന്, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി കളയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ടൊക്കെ സംഭവിച്ചു. പക്ഷേ സംഭവിക്കുമ്പോഴും അവനൊരു വിശ്വാസമുണ്ട് ഈ സാധനം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതിനുള്ളൊരു സാധ്യതകളില്ലാതൊക്കെയാണ്. എൻ്റെ അഭിപ്രായം റിവ്യൂ ചെയ്തോട്ടെ, നല്ല രീതിയിൽ റിവ്യൂ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല, നല്ലതാണത്, അത് നിരൂപമാണ്, അത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഒരു ചെറിയ ബ്രീത്തിങ് സ്പേസ് കൊടുക്കും, ഒന്നും ശ്വാസം വിടാൻ വേണ്ടിയിട്ട്. ഒരു 10 പേരെങ്കിലും റിവ്യൂ കേട്ടിട്ടായിരിക്കും ഇപ്പോൾ സിനിമ കാണാൻ വരുന്നത്. റിവ്യൂ കേൾക്കാത്തതുകൊണ്ട് എന്താ പറയുന്നത് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു പോകുന്ന ആള് ചെന്നിട്ട് എങ്ങാനൊന്നും ഇഷ്ടപ്പെട്ടാലോ, എങ്ങാനൊരു ബിരിയാണി കിട്ടിയാലോ, എങ്ങാനൊരു ബിരിയാണി കിട്ടിയാലോ. അപ്പം അതിനൊരു സ്പേസ് കൊടുക്കണം, ഒരു ബ്രീത്ത് സ്പേസ് എല്ലാത്തിനും കൊടുക്കണം. കാരണം നമുക്ക് ഒരു സോപ്പ് വാങ്ങിച്ച ഗ്യാരണ്ടി ഉണ്ട്, ചീപ്പ് വാങ്ങിച്ച ഗ്യാരണ്ടി ഉണ്ട്, എല്ലാത്തിനും ഗ്യാരണ്ടി. സിനിമയ്ക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ടോ? ഈ സംഭവം ഉണ്ടാക്കി വെച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഇറങ്ങി വരുന്നവൻ എന്നാ കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ പാവപ്പെട്ടം മുടക്കിയ 5 കോടി സ്വാഹ. പിന്നെ അവൻ്റെ അവസ്ഥ ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ? ഇവർ ഈ റിവ്യൂ പറയുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതോ ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ? ഒരു പടം പൊട്ടി, ഒരു പടം തകർന്നു പോയി, ആ പ്രൊഡ്യൂസറുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ അവസ്ഥ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് ജനങ്ങളെ കാണിക്കാതെ ഏതെങ്കിലും റിവ്യൂ ചെയ്യുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും മീഡിയ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ അവൻ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായ അടിക്കുമായിരിക്കും, 2 3 പടം എടുത്ത ആളായിരിക്കും. സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ എടുക്കുന്നത് 2 പ്രാവശ്യം അറിയുന്നു. അത് ഞാൻ എന്നോട് തന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, സിനിമ എടുക്കുന്നത് 2 പ്രാവശ്യം അറിയുന്നു. പക്ഷെ നമ്മൾക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയും കഴിച്ചിലാകാൻ പറ്റുന്നത് വിശ്വാസമുണ്ട്. എന്നിട്ടും നമ്മൾ 4ാമത്തെ സിനിമ എടുത്തിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളൊരു തട്ടിപ്പ് ആദ്യം പിടിച്ചു, മനസ്സിലാക്കി, ഓക്കെ ഇങ്ങനെ നമ്മളെ ഇവർ പറ്റിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് അറിയാവുന്നത്. നമ്മൾ വീണ്ടും 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് സിനിമ എടുത്തതിനും അവർ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മളിപ്പം പഴയ സ്ഥലത്ത് നിൽക്കുക. അപ്പൊ അതിന് ഞാൻ പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, ഇതിന് ഞാൻ വിട്ടുതരില്ല. അപ്പൊ അവർ അതിനും വലിയ സാധനങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്, എങ്ങനെ പറ്റിക്കണം. അപ്പം പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പക്ഷെ എന്നാലും നമ്മൾ പറ്റിക്കപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഈ നാട്ടിൻ്റെ വൈബ് അനുസരിച്ച് ഈ നാട്ടിലെ സിനിമക്കാരെ പോലെ ഈ നാട്ടിൽ സിനിമകൾ ചെയ്യുന്ന പോലെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ, ഞാൻ ജനറലായിട്ട് ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇത് കേട്ടിട്ട് ആരെങ്കിലും ഞാൻ അങ്ങനെ ആരെയും എന്തെങ്കിലും പറഞ്ഞു ഒരാൾക്കും ഫീൽ ചെയ്തേക്കരുത്. ഞാൻ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞ അനുഭവത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന പണികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്ന കൂട്ടായ്മയാണ്. അപ്പം ഒരുപാട് പേര് സഹകരിച്ചാൽ മാത്രമേ സിനിമ ഉണ്ടാവും. പക്ഷെ ഞാൻ പുതിയ ആൾക്കാരാണ് പറയുന്നത്, എപ്പോഴും സൂക്ഷിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ആൾക്കാരുണ്ടാകും, അത് ചെയ്യാം ഇത് ചെയ്യാം. നമുക്ക് സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ വിൽക്കാന്ന് പറയുന്നത് ഒരു കാര്യമില്ല, ചിന്തിക്കുക പോലും വേണ്ട. ഒരുപാട് കടമ്പകൾ കിടക്കാറുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് ചെറിയ പടങ്ങളൊന്നും ആർക്കും വേണ്ട. താരമൂല്യമുള്ള സിനിമകൾ മതി. പക്ഷെ മലയാളത്തിൽ എന്തെങ്കിലും താരങ്ങളുണ്ട്. തമിഴിൽ ഒരുപാട് എക്സ്പെരിമെന്റൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പിന്നെ എന്താ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മൂവീസ് എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള തിയേറ്റേഴ്സ് ഉണ്ട്. 3500-4000 തിയേറ്റർ ഉണ്ട്. കേരളത്തിൽ ആകെ ഉള്ളത് 450 തിയേറ്ററാണ്. 450 തിയേറ്ററിൽ എത്ര റിലീസിംഗ് സെന്റർ ഉണ്ട്? അപ്പം 3500, കാരണം തമിഴ് സിനിമയ്ക്ക് എല്ലാ ഭാഷകളിലേക്കും മാറുന്നുണ്ട്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് സ്വീകാര്യതയുണ്ട്. മലയാള സിനിമയ്ക്ക് ഇട്ടാവട്ടത്തിലുള്ള സ്വീകാര്യതയുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇപ്പം മലയാളത്തിൽ നിന്ന് എത്ര പാൻ-ഇന്ത്യൻ സിനിമ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടാകുന്ന സിനിമകൾ മാത്രം. ആ സമയത്ത് കന്നഡ സിനിമ വേറെ ലെവലിലേക്ക് പോയി, സ്റ്റൈൽ മാറി. പിന്നെ തമിഴ് സിനിമ ഓൾറെഡി വേറെ ലെവലിലേക്ക് നിൽക്കുന്ന സിനിമയാണ്. ഇപ്പൊ തെലുങ്കും ആ ഒരു പാൻ-ഇന്ത്യൻ സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ട്. പണ്ടും തെലുങ്ക് മൂവീസ് മലയാളത്തിലും തമിഴും ഡബ് ചെയ്ത് വരുവായിരുന്നു. എത്ര മലയാള സിനിമകൾ അന്യഭാഷയിലേക്ക് ഡബ് ചെയ്ത് പോകുന്നു, എത്ര പേര് കാണുന്നുണ്ട്? അവിടെയാണ് പ്രശ്നം.
മലയാളത്തിൽ ഏറ്റവും നല്ല സബ്ജക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, ഏറ്റവും നല്ല സ്റ്റോറീസ് ഉണ്ടാകുന്നുണ്ട്, ഗംഭീരമായ ആർട്ടിസ്റ്റുകളുണ്ട്. എന്തുകൊണ്ട് മലയാള സിനിമ ഇത്ര നാളായിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റൈലിലേക്ക്, ഒരു വേൾഡ് വ്യൂവേഴ്സിലേക്ക് വന്നിട്ടില്ല? നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് പറ്റിയൊരു കാര്യങ്ങളാണ്. ചിന്തിക്കേണ്ട സമയമായി. അതുപോലെ 450 തിയേറ്ററേ ഉള്ളൂ എന്നത്. തിയേറ്റർ എന്തിനും നമ്മൾ നമുക്ക് 4 തിയേറ്റർ ഉണ്ടായിരുന്ന ഇരട്ടിയിൽ 2 തിയേറ്റർ ഉണ്ടായിരുന്ന ഈ വള്ളിത്തോട്ടിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഉളിക്കൽ എന്ന് പറയാം. അതായത് ഈ മട്ടന്നൂർ 3 തിയേറ്റർ ഇപ്പോൾ ഉള്ള പേരിന് ആ പേര് ഉളിക്കൽ ഒരു തിയേറ്റർ ഉള്ളവർ ഇപ്പൊ സിനിമ കാണാൻ പറ്റും. അതെ അതെ അതെ. അവരുടെ കാര്യം തന്നെ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഒന്നത്തെ കാര്യത്തിൽ ജനങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നില്ല. റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ് ഭയങ്കര സ്ട്രോങ്. കോവിഡാണ് ഇത് മുഴുവൻ മാറ്റിമറിച്ചോറും, പക്ഷെ സിനിമകൾ കാണാൻ പുറത്തു വന്നാൽ മാത്രമേ ഇതുമായിട്ട് ജീവിക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ട്. ഒരു സിനിമയുടെ ഭാഗമായിട്ട് 10, 100, 120 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 10, 25, 30 സിനിമ ഒരു ദിവസം പല സ്ഥലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം എന്തേരം ആൾക്കാർ ഇതുകൊണ്ട് സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പറയുക അവിടെ നമുക്ക് 2 ദിവസം ഈ സാധനം OTT വരും, അപ്പം കാണാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും. മാത്രമല്ല അത് സിനിമയിലുണ്ടാവും. പിന്നെ ഇവരെ എവിടെ ഇരുന്ന് കാണും? അതെ അതെ. മാത്രമല്ല അതിന്റെ ഒരു കൊഴുപ്പ് കാണുന്നത് തിയേറ്ററിൽ തന്നെ പോകണ്ടേ. കൊഴുപ്പ് മാത്രമല്ല, നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് വരേണ്ട സ്ഥലത്താണ് കാണുന്നത്. അതെ അതെ. അല്ലാതെ നമ്മൾ എവിടെ ഇരുന്നാലും കാര്യം വരുന്നില്ല. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാ, പ്രേക്ഷകർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ സിനിമകൾ എന്ത് സിനിമകളായാലും പണ്ടത്തെ പോലെ നിങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ നിൽക്കുള്ളൂ. ഈ ഇൻഡസ്ട്രി നിന്നാലേ ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാവുള്ളൂ. നിങ്ങളെടുക്കുന്ന 100 രൂപ ടിക്കറ്റ് അതൊരു ജീവനമാണ്. ആ ജീവനാണ് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിലിരുന്ന് OTT നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ജീവനാണ് ഇല്ലാണ്ടാക്കുന്നത്. ഒരു സർവൈവിങ് ആണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. നിങ്ങൾ 100 രൂപ ടിക്കറ്റ് എടുക്കും, ഒരാളെങ്കിലും നിങ്ങൾ ജീവിക്കാൻ അവസരം കൊടുക്കും. എന്താണ് സിനിമ? എങ്ങനെയാണ് സിനിമ? ഒരു സിനിമ നിർമ്മാതാവിന്റെ റോൾ എന്താണ്? ഇതൊക്കെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് സജയ് സെബാസ്റ്റ്യൻ എന്ന സജയ് ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ വീണ്ടും ഏറ്റുപാടുന്നു. തിയേറ്ററുകൾ നിലവിലുണ്ടാവണം. അത് സമൂഹത്തിലേക്കുള്ള മാറ്റങ്ങൾക്കുള്ള ഒരു ഭാഗം കൂടിയാണ്. സമൂഹത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു ഇത്തിരി നേരം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത് തിയേറ്ററുകളിലായാൽ ഇതുവഴി വലിയൊരു സമൂഹത്തില് വലിയ ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. എന്തായാലും തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമകൾ കാണുക. സിനിമകൾക്കുള്ള അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അത് പങ്കുവെക്കുക. ഓരോ സിനിമകളും ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നിങ്ങൾക്കുള്ള ഗുണപാഠങ്ങളാണ്, ഓരോ ജീവിതങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സജയ് ചേട്ടന്റെ 5ാമത്തെ പ്രൊജക്ട് ഗംഭീരമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇന്ന് നമ്മുടെ യാത്ര എത്തിച്ചേർന്നത് വള്ളിത്തോടിലാണ്. വള്ളിത്തോട് നിന്നും ഒരു മനോഹരമായ ഒരു കാവ്യം, ഒരു സിനിമാ ലോകത്ത് ഒത്തിരി പേർക്കുള്ള അവസരങ്ങളൊക്കെ നൽകിയ സജയ് ചേട്ടനോടൊപ്പം ഇത്തിരി നേരം ചെലവഴിക്കാൻ കഴിഞ്ഞു. എന്തായാലും അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായും പുതിയൊരു അതിഥിയുമായി അടുത്തൊരു ദിവസം നമുക്ക് നേരിൽ കാണാം. അതുവരെ ബൈ.